ഈ പോകുന്ന വഴിയിൽ നമ്മളിപ്പോൾ പോകുന്ന വഴിയിൽ ഒരമ്പലമുണ്ട്. പണ്ട് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞിരുന്ന പ്രോഗ്രാമിലൂടെ എല്ലാവരും കണ്ടു കാണാം. ആ ഒരു വലിയ ഒരു മരമാണ്. നമുക്കത് കാണാം. അതിൻ്റെ ചരിത്രങ്ങൾ എനിക്കറിയില്ല, എങ്കിലും അതൊരു റോഡിൻ്റെ അരികിൽ തന്നെയാണ് ആ അമ്പലവും അതിനോട് ഓപ്പോസിറ്റായിട്ടുള്ള ഈ ഒരു മരവും. ഇപ്പം നമ്മൾ തോട്ടപ്പള്ളി പാലം കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ അങ്ങോട്ട് നോക്കിയാൽ കാണാം, നല്ല രസമായ സ്ഥലമാണ്. അല്ലേ, മണൽത്തിട്ടൊക്കെ ആയിട്ട്. ഇപ്പം ഹരിപ്പാടിലേക്കാണ് നമ്മൾ എത്തുന്നത്. അവിടെ മണ്ണാർശാല എന്ന് പറയുന്ന ഒരു പ്രസിദ്ധമായ സ്ഥലമുണ്ട്. ആളുകൾ ഈ സർപ്പദോഷ സംബന്ധമായ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് വന്നിട്ടുന്ന ഒരു വിശ്വാസ കേന്ദ്രമാണ്. ധാരാളം ആളുകൾ വരുന്ന ഒരു സ്ഥലമാണത്. ജാതിമത ഭേദമന്യേ എല്ലാവരും അവിടെ വരാറുണ്ട്, പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. നമുക്ക് മണ്ണാർശാലയും ഒന്ന് കാണാം. നമ്മൾ നേരെ മണ്ണാർശാല ആ റോഡിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ മറ്റേ അമ്പലം, മണ്ണാർശാല അമ്പലം. വളരെ പ്രസിദ്ധമായ സ്ഥലമാണ്. മണ്ണാർശാലയ്ക്ക് പോകുന്നത് ഉള്ള ബൈപ്പാസിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കുറച്ചിങ്ങോട്ട് ഉള്ളിലേക്ക് കയറി വരുമ്പോഴാണ് ഈ ക്ഷേത്രം. അങ്ങനെ മണ്ണാർശാല എന്ന് പറയുന്ന ആ പ്രസിദ്ധമായ സ്ഥലത്ത് വീണ്ടും എത്തി. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇനിയിപ്പോൾ നമ്മളിവിടെ നിന്ന് പുറപ്പെടുന്നത് കരുനാഗപ്പള്ളിയിലേക്കാണ്. അവിടെ ഒരു താജ്മഹൽ പള്ളിയുണ്ട്. നമുക്ക് ആ പള്ളിയും കൂടി ഒന്ന് കാണാം. നമ്മൾ ഇപ്പോൾ യാത്രയിൽ ഏറ്റവും ഒരു താജ്മഹൽ പള്ളി കാണാമെന്ന് പറഞ്ഞു. പക്ഷെ പോകുന്ന വഴി കായംകുളം കഴിയുമ്പോൾ ഓച്ചിറ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഈ ഓച്ചിറയിലൊരു ക്ഷേത്രമുണ്ട്, വളരെ പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ്, പരബ്രഹ്മ ക്ഷേത്രം. എന്തായാലും നമുക്ക് ഒന്ന് അവിടെയും കൂടി ഒന്ന് കയറാം. ഏതായാലും യാത്രയിലാണല്ലോ, നമുക്ക് ആ ക്ഷേത്രവും കൂടി ഒന്ന് പരിചയപ്പെടാം.
അങ്ങനെ നമ്മൾ ഓച്ചിറയിലെത്തി. ഇവിടെ പ്രസിദ്ധമായ ഒരു അമ്പലമാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. വ്യത്യസ്തമായിട്ടുള്ള ഒരു അമ്പലമാണ്. ധാരാളം ഭക്തന്മാർ വരുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഈ അമ്പലത്തിനെ കുറിച്ച് ധാരാളം കഥകളുണ്ട്. നമ്മളൊരു പാദമുദ്ര എന്ന് പറഞ്ഞ സിനിമയിൽ തന്നെ ഈ അമ്പലത്തിനെ കുറിച്ചുള്ള ഒരു പാട്ട് തന്നെയുണ്ട്. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ എന്ന് പറയുന്ന ഒരു പാട്ട് തന്നെ വളരെ ഫേമസ് ആയ ഒരു പാട്ടാണ്. അപ്പോൾ ഓച്ചിറക്കാള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാളയുടെ അങ്ങനെ ഇതിൻ്റെ ചരിത്രപരമായിട്ട് പറയാൻ എനിക്കറിയില്ലെങ്കിലും ഏകദേശം മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും അമ്പലം നമുക്കൊന്ന് കാണാം. അപ്പോൾ നമ്മൾ ഓച്ചിറ അമ്പലത്തിലെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി തൊട്ടടുത്ത് തന്നെയാണ് ഒരു ദർഗ ഉള്ളത്. ഓച്ചിറ പാപ്പ എന്നറിയപ്പെടുന്ന ഒരു ദർഗയാണ്. നമുക്ക് ആ ദർഗ ഒന്ന് കാണാം. തൊട്ടരികിൽ തന്നെയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ കരുനാഗപ്പള്ളി താജ്മഹൽ പള്ളിയിലേക്കാണ് പുറപ്പെടുന്നത്. ഉച്ചയായി. എവിടെയെങ്കിലും കയറി ഭക്ഷണം കഴിക്കണം. നമസ്കാരം. അപ്പോൾ ഏതാണ്ട് ഇന്ന് നമ്മൾ കരുനാഗപ്പള്ളിയിൽ താജ്മഹൽ പള്ളിയിൽ വന്ന് അങ്ങനെ നമ്മൾ ഇവിടെ വെച്ചിട്ട് തൽക്കാലം നിർത്തുകയാണ്. ഇനി അടുത്ത യാത്ര ഞങ്ങൾ വീണ്ടും തുടരും. ഇനിയിപ്പോൾ തിരിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഇനിയും പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ എത്തപ്പെടും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.